ഹായ്, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രിലിമിനറി എക്സാമിനും കൂടി പ്രയോജനകരമാകുന്ന കുറച്ച് GK ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ അതിൽ MCQ മെത്തേഡ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാൻ ഓപ്ഷൻസ് വായിക്കുന്നില്ല, ഓപ്ഷൻസ് നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഓക്കെ, രണ്ടും കൂടെ കൺഫ്യൂഷൻ ആവണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കും, ആൻസർ മാത്രം ടിക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ വിസ്തീർണ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആൻസർ വരുന്നത് മധ്യപ്രദേശ് ആണ് കേട്ടോ. മധ്യപ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. ഓക്കെ, ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന തീയതി എന്ന് മുതൽ എന്ന് വരെയാണ്? ആരംഭിക്കുന്ന തീയതിയാണ് ചോദിച്ചിരിക്കുന്നത്. ആരംഭിക്കുന്ന എന്ന് മുതലാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് നമ്മുടെ സാമ്പത്തിക വർഷം. അപ്പൊ ഇന്ത്യയിൽ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന തീയതി എന്നാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അപ്പൊ ആരംഭിക്കുന്നത് ഏപ്രിൽ 1-നാണ്. ഏപ്രിൽ 1. താഴെ പറയുന്നവയിൽ ഏത് ഭാഷയാണ് പേർഷ്യൻ ലിപി ഉപയോഗിച്ച് എഴുതുന്നത്? പേർഷ്യൻ ലിപി ഉപയോഗിച്ച് എഴുതുന്നത് ഏത് ഭാഷയാണ്? ഉറുദു ഭാഷയാണ് പേർഷ്യൻ ലിപി ഉപയോഗിച്ച് എഴുതുന്നത്. ഓക്കെ, ഉറുദു ഭാഷയാണ് പേർഷ്യൻ ലിപി ഉപയോഗിച്ച് എഴുതുന്നത്. അടുത്തത്, ലോകമേ തറവാടു തനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ എന്ന് പാടിയത് ആരാണ്? നമ്മുടെ വള്ളത്തോൾ നാരായണ മേനോനാണ്. വള്ളത്തോളാണ് ഈ പാട്ട് പാടിയത്. ഓക്കെ, ലോകമേ തറവാട് എന്ന് തുടങ്ങുന്ന രചന രചിച്ചത് ആരാണ്? വള്ളത്തോളാണ്. ഓക്കെ, അടുത്തത്, 1917 സമസ്ത കേരള സഹോദര സംഘം സ്ഥാപിച്ചത് ആരാണ്? സഹോദര സംഘം സ്ഥാപിച്ചത് ആരാണ്? കെ അയ്യപ്പൻ, അല്ലെങ്കിൽ സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പനാണ് സഹോദര സംഘം സ്ഥാപിക്കുന്നത്. സഹോദര സംഘം സ്ഥാപിക്കുന്നത് എന്നാണ്? 1917 സഹോദര സംഘം സ്ഥാപിക്കുന്നത്. ഓക്കെ, അപ്പൊ സഹോദര സംഘം സ്ഥാപിക്കുന്നത് സഹോദരൻ കെ അയ്യപ്പനാണ്. 1917. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കേരള നിയമസഭയിൽ അംഗമായ ആദ്യത്തെ IAS ഓഫീസർ ആരാണ്? കേരള നിയമസഭയിൽ അംഗമായ ആദ്യത്തെ IAS ഓഫീസർ ആരാണ്? അൽഫോൺസ് കണ്ണന്താനമാണ് കേരള നിയമസഭയിൽ അംഗമായ ആദ്യത്തെ IAS ഓഫീസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഏതു രാജ്യത്ത് പ്രചാരത്തിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് അക്യുപങ്ചർ? അക്യുപങ്ചർ ഏത് രാജ്യത്താണ്? ഓപ്ഷൻ എ ആണ്, ചൈനയിലാണ്. ഓപ്ഷൻ എ, ചൈനയിലാണ് അക്യുപങ്ചർ നിലവിലുള്ളത്. ഓക്കെ, ഏത് അവാർഡാണ് അക്കാദമി അവാർഡ് എന്ന പേരിലും അറിയപ്പെടുന്നത്? അക്കാദമി അവാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന അവാർഡ് ഏതാണ്? ഓസ്കാർ അവാർഡാണ്. അക്കാദമി അവാർഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? ഓസ്കാർ അവാർഡാണ്. ഓസ്കാർ അവാർഡിനെയാണ് അക്കാദമി അവാർഡ് എന്നുകൂടി അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്തത്, കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളി ആരാണ്? സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ ജോൺ മത്തായി ആണ്. ഡോക്ടർ ജോൺ മത്തായി ആണ് കേന്ദ്ര മന്ത്രിസഭയിലെ ആദ്യത്തെ മലയാളി. ആരാണ്? ഡോക്ടർ ജോൺ മത്തായി ആണ്. ഓക്കെ, അടുത്തത്, അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത ആരാണ്? ഓപ്ഷൻ എ ആണ്, ഏലമ്മയാണ്. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത ആരാണ്? ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയ വനിത. ഓക്കെ, അടുത്തത്, ഏത് വിഭാഗത്തിലെ നോബൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത്? ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത് ഏത് വിഭാഗത്തിലെ നോബൽ സമ്മാന ജേതാക്കളെയാണ്? ആൻസർ വരുന്നത് വൈദ്യശാസ്ത്രമാണ്. വൈദ്യശാസ്ത്രത്തിലെ നോബൽ സമ്മാന ജേതാക്കളെയാണ് ഓസ്ലോയിലെ കരോലിന ഇൻസ്റ്റിറ്റ്യൂട്ട് തീരുമാനിക്കുന്നത്. മാനവ് അധികാർ ഭവൻ എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ്? മാനവ് അധികാർ ഭവൻ എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് എന്ത്? മാനവ അധികാർ ഭവൻ എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഫോം ചെയ്തത് എന്നാണ്? 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപം കൊള്ളുന്നത് 1993. ആസ്ഥാനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മാനവ് അധികാർ ഭവൻ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് 1963 നവംബർ
എവിടെ നിന്നുമാണ് വിക്ഷേപിച്ചത്? എവിടെ നിന്നുമാണ്? നിക്ക അപ്പാച്ചെ എന്നാണ് റോക്കറ്റിന്റെ പേര്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് നിക്ക അപ്പാച്ചെ. എവിടെ നിന്നുമാണ് വിക്ഷേപിക്കുന്നത്? തുമ്പയിൽ നിന്നുമാണ് വിക്ഷേപിക്കുന്നത്. എന്നാണ്? 1963 നവംബർ 21-നാണ്. 1963 നവംബർ 21. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏതാണ്? ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതമാണ്. ഇന്ത്യയിലെ ഏറ്റവും ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗം ഏതാണ്? ജലഗതാഗതമാണ്. അടുത്തത്, ഏതു രാജ്യക്കാരാണ് പുരുഷന്മാരുടെ പേരിന് മുന്നിൽ യു എന്ന വാക്ക് ചേർക്കുന്നത്? ഏതു രാജ്യക്കാരാണ് പുരുഷന്മാരുടെ പേരിന് മുന്നിൽ യു എന്ന വാക്ക് ചേർക്കുന്നത്? ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, മ്യാൻമാറുകാരാണ്. മ്യാൻമാറുകാരാണ് പുരുഷന്മാരുടെ പേരിന് മുന്നിൽ യു എന്ന പേര് ചേർക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഗംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഓപ്ഷൻ സി ആയ ഗംഗയാണ്. എന്നാൽ ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് ചോദിച്ചാൽ ഏതാണ്? ആൻസർ വരുന്നത് ഗോദാവരിയാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗയാണ്. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഓക്കെ. അടുത്തത്, ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വിദേശി ആരാണ്? ആദ്യത്തെ വിദേശി, ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വിദേശി ആരാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വിദേശി എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം ഏതാണ്? കൊൽക്കത്ത ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ശാസ്ത്ര നഗരം കൊൽക്കത്തയാണ്. ഓക്കെ. അടുത്തത്, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കവാടം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കവാടം ഏതാണ്? ഫത്തേപൂർ സിക്രി ആണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കവാടം ഏതാണ്? ഫത്തേപൂർ സിക്രി ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കവാടം. അടുത്തത്, കൻഹ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? കൻഹ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണ്? ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണ്, മധ്യപ്രദേശിലാണ് കൻഹ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? മധ്യപ്രദേശിലാണ്. ഓക്കെ. ഫോൾക്കെറ്റിംഗ്, ഫോൾക്കെറ്റിംഗ് ഏതു രാജ്യത്തെ പാർലമെന്റ് ആണ്? ഫോൾക്കെറ്റിംഗ് എന്നത് ഏതു രാജ്യത്തെ പാർലമെന്റ് ആണ് എന്ന് ചോദിച്ചാൽ ഡെൻമാർക്കിലെ പാർലമെന്റ് ആണ് ഫോൾക്കെറ്റിംഗ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഫോൾക്കെറ്റിംഗ് ഏതു രാജ്യത്തെ പാർലമെന്റ് ആണ്? ഡെൻമാർക്കിലെയാണ്. ഓക്കെ. അടുത്തത്, ജപ്പാന്റെ തലസ്ഥാനം ഏതാണ്? അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്, ടോക്കിയോ ആണ്. ജപ്പാന്റെ തലസ്ഥാനം ഏതാണ്? ടോക്കിയോ. ബറോഡയുടെ പുതിയ പേര് എന്താണ്? ബറോഡയുടെ പുതിയ പേര് എന്താണ്? വഡോദര എന്നാണ്. ബറോഡയുടെ പുതിയ പേര് എന്താണ്? വഡോദര. അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്പിന്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? യൂറോപ്പിന്റെ കോക്പിറ്റ് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ബെൽജിയം ആണ് യൂറോപ്പിന്റെ കോക്പിറ്റ് എന്ന് അറിയപ്പെടുന്നത്. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം ഏതാണ്? ഓർത്തു വെച്ചോണം, 1956 കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായത്. കേരള സാഹിത്യ അക്കാദമി സ്ഥാപിതമായ വർഷം എന്നാണ്? 1956. അടുത്തത്, കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ജില്ല ഏതാണ്? പാലക്കാടാണ്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാടാണ്. അടുത്തത്, ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്കായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. 1978 1978 ഇരവികുളം വന്യജീവി സങ്കേതത്തെ നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന വർഷം ഏതാണ്? കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1968 കാലിക്കറ്റ് സർവകലാശാല നിലവിൽ വരുന്നത്. അടുത്തത്, മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ് മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഭരണഘടനാ വിധേയമായ രാജഭരണം ഉള്ളത് ഏതു രാജ്യത്താണ്? ഭൂട്ടാനിലാണ്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളിൽ ഭരണഘടനാ വിധേയമായ രാജഭരണമുള്ള രാജ്യം ഏതാണ്? ഭൂട്ടാനാണ്. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിന്റെ ഭാഗം ആയത് ഏതാണ്? കിഴക്കൻ തീരത്തിന്റെ ഭാഗമായത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. കോറമണ്ടൽ തീരവും വടക്കൻ സിർക്കാർസുമാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തിന്റെ ഭാഗം. കോറമണ്ടൽ തീരം, വടക്കൻ സിർക്കാർസ്.
ഗുജറാത്ത് തീരം, കൊങ്കൺ തീരം, മലബാർ തീരം എന്നിവ ഏതിന്റെ ഭാഗമാണ്? പടിഞ്ഞാറൻ തീരത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഇടയ്ക്ക് പടിഞ്ഞാറൻ തീരവും കിഴക്കൻ തീരവും മാറി മാറി ചോദിക്കും. അപ്പൊ അത് രണ്ടും പഠിച്ചു വെച്ചോണം. ഓക്കെ. അടുത്തത്, ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? പ്രിലിംസിനൊക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 1.18% കേരളം എന്ന് പറയുന്നത്. ശകവർഷത്തെ അവസാനത്തെ മാസം ഏതാണ്? അവസാനത്തെ മാസം ഏതാണ്? ഫാൽഗുനമാണ്. ആദ്യത്തെ മാസം ഏതാണ്? ചൈത്രമാണ്. അപ്പൊ ശകവർഷത്തിലെ ആദ്യത്തെ മാസം ചൈത്രം, അവസാനത്തെ മാസം ഫൽഗുനം. ശകവർഷം ആരംഭിച്ചത് ആരാണ്? കനിഷ്കനാണ്. AD 78 ഓക്കെ. അടുത്തത്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് ദിശയിൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ഒരേ ഒരു ഗ്രഹം മാത്രമേ ഉള്ളൂ അങ്ങനെ ചെയ്യുന്നത്. കിഴക്ക് നിന്നും പടിഞ്ഞാറ് ദിശയിൽ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ശുക്രനാണ്. ബ്രോഡ് ഗേജ് തീവണ്ടി, ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ബ്രോഡ് ഗേജ് തീവണ്ടി പാതകളിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്ര മില്ലിമീറ്റർ ആണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മില്ലിമീറ്റർ എത്രയാണെന്ന് ചോദിച്ചാൽ 1676. എന്നാൽ മീറ്ററിലാണെങ്കിൽ 1.676 എന്ന് വരും. ഓക്കെ. ബ്രോഡ് ഗേജ് തീവണ്ടി പാതയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം, ബ്രോഡ് ഗേജ് തീവണ്ടി പാതയിൽ പാളങ്ങൾ തമ്മിലുള്ള അകലം എത്ര മില്ലിമീറ്റർ ആണ്? 1676 മില്ലിമീറ്റർ അല്ലെങ്കിൽ 1.676 മീറ്റർ ആണ്. ഓക്കെ. ലോക ഉപഭോക്തൃ ദിനം എന്നാണ്. ലോക ഉപഭോക്തൃ ദിനം എന്നാണ്. മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനം എന്നാണ്. മാർച്ച് 15. അടുത്ത, സ്വപ്ന വാസവദത്തം രചിച്ചത് ആരാണ്? ഫാസനാണ്. സ്വപ്ന വാസവദത്തം രചിച്ചത് ആരാണ്? ഫാസനാണ്. ഫാസൻ. അടുത്തത്, വിളക്കേന്ത്യ വനിത എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഫ്ലോറൻസ് നൈറ്റിംഗേളിനെയാണ്. ഫ്ലോറൻസ് നൈറ്റിംഗേളിനെയാണ് എന്തറിയപ്പെടുന്നത്? വിളക്കേന്ത്യ വനിത എന്ന് അറിയപ്പെടുന്നത്. ഏത് അവയവത്തിന്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ്? EEG. ഓക്കെ. ഹൃദയത്തിന്റെ ഏതാണ്? ECG ആണ് കേട്ടോ. ഹൃദയത്തിന്റെ ഏതാണ്? ECG ആണ്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ്. ഓക്കെ. അപ്പം ഏത് അവയവത്തിന്റെ പ്രവർത്തനമാണ് ഇലക്ട്രോ എൻസെഫലോഗ്രാഫ് അല്ലെങ്കിൽ EEG നിരീക്ഷിക്കുന്നത്? EEG ഏതാണ്? മസ്തിഷ്കവുമായി ബന്ധപ്പെട്ടാണ്. EEG മസ്തിഷ്കവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇലക്ട്രോ കാർഡിയോഗ്രാം അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി, ഒരു അടി എത്ര ഇഞ്ചിന് സമമാണ്? ഒരു അടി എത്ര ഇഞ്ചിന് സമമാണ്? ആൻസർ വരുന്നത് ഏതാണ്? 12 ഇഞ്ചിന് സമമാണ്. ഒരടി എന്ന് പറയുന്നത് 12 ഇഞ്ചിന് സമമാണ്. ഓക്കെ. അടുത്തത്, ഡേവിഡ് കോപ്പർഫീൽഡ് ആരുടെ സൃഷ്ടിയാണ്? ഡേവിഡ് കോപ്പർഫീൽഡ് എന്നത് ആരുടെ സൃഷ്ടിയാണ്? ആൻസർ വരുന്നത് ഏതാണ്? ചാൾസ് ഡിക്കൻസിന്റെ സൃഷ്ടിയാണ് ഡേവിഡ് കോപ്പർഫീൽഡ്. അപ്പൊ ഡേവിഡ് കോപ്പർഫീൽഡ് എന്നത് ആരുടെ സൃഷ്ടിയാണ്? ചാൾസ് ഡിക്കൻസിന്റെ സൃഷ്ടിയാണ്. പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത് ആരാണ്? ദേശീയ വികസന സമിതി അല്ലെങ്കിൽ NDC ആണ്. NDC ആണ് എന്ത്? പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അനുമതി നൽകുന്നത്. എന്നാണ് ഫോം ചെയ്തത്? NDC ഫോം ചെയ്തത് 1952. ഓക്കെ. അപ്പൊ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകുന്നത് ദേശീയ വികസന സമിതി അല്ലെങ്കിൽ NDC ആണ്. എന്നാണ് ഫോം ചെയ്യുന്നത്? 1952 ഫോം ചെയ്തത്. പത്രപ്രവർത്തന രംഗത്തെ ഓസ്കാർ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? പത്രപ്രവർത്തന രംഗത്തെ ഓസ്കാർ എന്ന് അറിയപ്പെടുന്നത് പുലിറ്റ്സർ സമ്മാനമാണ്. പുലിറ്റ്സർ സമ്മാനത്തിനെയാണ് പത്രപ്രവർത്തന രംഗത്തെ ഓസ്കാർ എന്ന് അറിയപ്പെടുന്നത്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചത് ആരാണ്? മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചത് ആരാണ്? MRB ആണ്. MRB എന്ന് വെച്ചാൽ MR ഭട്ടതിരിപ്പാടാണ്. MR ഭട്ടതിരിപ്പാടാണ് മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം രചിച്ചത്. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥ സമർപ്പിച്ചിരിക്കുന്ന ആർക്കാണ്? കമല നെഹ്റുവിനാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയുടെ പേര് എന്താണ്? ആൻ ഓട്ടോബയോഗ്രഫി എന്നാണ്. അടുത്തത്, ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖം ഏതാണ്? ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖം ഏതാണ്? ഓപ്ഷൻ സി ആണ്, തൂത്തുക്കുടിയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖം. അടുത്തത്, ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ ഭാരതീയ റിസർവ് ബാങ്കിന്റെ, നമ്മുടെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ്? മുംബൈയിലാണ്. LICയുടെ ആസ്ഥാനവും മുംബൈയിലാണ്. ഓക്കെ. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം, LICയുടെ ആസ്ഥാനം, SBIയുടെ ആസ്ഥാനം ഒക്കെ മുംബൈയിലാണ്.
ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിംല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? സിംല കരാറിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ്? ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭുട്ടോയുമാണ് സിംല കരാറിൽ ഒപ്പുവെക്കുന്നത്. ലാൽ ബഹദൂർ ശാസ്ത്രിയും അയൂബ് ഖാനും തമ്മിൽ